മെൻ്റലിസ്റ്റ് ആദിയുടെ ഇൻസോമിയ ഷോ കാണാൻ തിരുവനന്തപുരം നിയമ അൽസാജ് കൺവെൻഷൻ സെൻറ്ററിലേക്ക് ഞാനും ഹസ്ബൻഡും മോനും ബ്രദറും കൂടെയാണ് പോയത്. ഞാനൊഴികെ മറ്റ് 3 പേർക്കും ഒരു താല്പര്യമില്ലാതെയാണ് വന്നത്. ഞാനാണ് ഈ ഷോയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അന്ന് മുതൽ ഹസ്ബൻഡും ബ്രദറും മോനും ഒരേപോലെ നെഗറ്റീവ്. ഹസ്ബൻഡ് പറയുന്നത് 1 മാൻ ഷോ 2.5 മണിക്കൂർ സഹിക്കാൻ പറ്റില്ലെന്നാണ്. ബ്രദർ പറഞ്ഞ് ഈ റേറ്റിന് സാധാരണക്കാരും കാണില്ല, എല്ലാവരും VIPs ആയിരിക്കുമെന്ന്. മോൻ അന്നേ പറയുക അമ്മയുടെ പൈസ പോയിട്ടോന്ന്. ഇതൊന്നും കേട്ട് ഞാൻ തളർന്നില്ല. അങ്ങനെ 15-ാം തീയതി ഷോ കാണാനെത്തി. തിരക്ക് കണ്ടപ്പോൾ തന്നെ ബ്രദറിൻ്റെ കിളി പോയി. അവന് മനസ്സിലായി ഇതിലെന്തോ സ്പെഷ്യലുണ്ട്, അല്ലെങ്കിൽ ഇത്രയും തിരക്ക് കാണില്ലല്ലോ. 1/2 മണിക്കൂർ വൈകിയാണ് ഷോ തുടങ്ങിയത്. കാരണം അവർ പിന്നീട് വ്യക്തമാക്കി, ഈ 1/2 മണിക്കൂറിൽ ഹസ്ബൻഡ് മോനുവിനെ നന്നായിട്ട് കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ 12 മണിക്ക് ഷോ തുടങ്ങിയത് മുതൽ തീരുന്നവരെ 2.5 മണിക്കൂർ 3 പേരും വണ്ടറടിച്ചിരിക്കുകയായിരുന്നു. ഫോണും ടൈമും നോക്കാതെ 2.5 മണിക്കൂർ. ഷോ കഴിഞ്ഞ് ഹസ്ബൻഡ് ആദ്യം പറഞ്ഞത് ഈ പൈസയ്ക്ക് ഇവർക്ക് ഇതെങ്ങനെ മുതലാകുമെന്നാണ്. ഒരു കാര്യം പറയാം, ഈ സ്ട്രെസ്സിൻ്റെ ലോകത്ത് മനസ്സറിഞ്ഞ് ചിരിക്കാനും ചിന്തിക്കാനും ആസ്വദിക്കാൻ തീർച്ചയായിട്ടും ഈ ഷോ ഉപകരിക്കും. പ്രത്യേകിച്ച് കുട്ടികൾ, ഫോണിൽ നിന്ന് കണ്ണെടുക്കാൻ പഠിക്കുന്ന പുതുതലമുറയ്ക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കും. ഷോ കഴിഞ്ഞ് ഞങ്ങൾ ക്യൂ നിന്ന് ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു വന്നത്.